ഹായ് എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ GDC എന്ന് പറയുന്ന, അതായത് ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷനെ പറ്റി പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്താണ് ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റെയിൽവേയുടെ എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ നോട്ടിഫിക്കേഷനുമായിട്ടുള്ള ബന്ധം എന്താണ്? അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ മക്കളെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ സർ റെയിൽവേയുടെ എക്സാം എന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റോട് കൂടി നോട്ടിഫിക്കേഷൻസ് എത്താനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ വീഡിയോയും ഇൻഫർമേഷൻസും ഒക്കെ നിങ്ങളിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഒരുപാട് പേര് അവരുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദിശ അക്കാഡമിയുടെ ചാനൽ കാണുന്ന, ദിശ അക്കാഡമിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിലേക്ക് ഈ ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് GDC? ആദ്യം ഞാൻ അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. GDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? GDC മക്കളെ, റെയിൽവേ എക്സാം കാത്തിരിക്കുന്നവർക്ക് GDCയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ്? ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം. അതായത് റെയിൽവേയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ് എന്തെന്ന് പറയുന്നത് GDC എക്സാം എന്ന് പറയുന്നത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ മക്കളെ? അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആണ് GDC. ഈ GDC ചില വേക്കൻസികളിലേക്ക്, അതായത് ALP, ടെക്നീഷ്യൻ, JE, ഗൂഡ്സ് ഗാർഡ് പോലെയുള്ള പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്തിരുന്നു, ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. റെയിൽവേയിൽ ജോലിയുള്ളവർക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 15/7/23 മുതൽ, അതായത് അടുത്ത മാസം 15-ാം തീയതി മുതൽ അതിന് അപ്ലൈ ചെയ്യാം. അതിന്റെ ക്ലോസിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 14/8/23 മുതലാണ്. അപ്പോൾ ഈ റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രൊമോഷനൊക്കെ കിട്ടി, അതായത് ചെറിയ പോസ്റ്റുകളിലൊക്കെ നിൽക്കുന്നവർക്ക് കയറിപ്പോകാനുള്ള ഒരു ചാൻസ് ആണ് എന്തെന്ന് പറയുന്നത് GDC. അപ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നവർ ചോദിക്കും, സാർ ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? മക്കളെ, നമ്മൾ 2 ലക്ഷത്തോളം വേക്കൻസി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും. അപ്പോൾ അവർക്ക് ഉള്ള ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു ഹിന്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് GDC വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ റെയിൽവേയുടെ എക്സാം നടക്കും. അടുത്ത ജനറൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ എന്ത് നടക്കും, നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് ഒരു രീതി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിന്റ് എക്സാം കാത്തിരിക്കുന്നവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇനി എന്താണ് റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്ന ആ നോട്ടിഫിക്കേഷൻ? ഇതാ നോക്കൂ മക്കളെ, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് അവരുടെ സൈഡിൽ നിന്ന് വന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ. എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്? GDCയെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ്. എന്താണ് GDC എന്ന് ഞാൻ പറഞ്ഞു, ജനറൽ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. എന്തിനാ ഇത് നമ്മൾ അറിയുന്നത്? 25% വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് GDCയിലേക്ക് വിളി വന്നിരിക്കുന്നത്. ഈ ഓപ്പണിംഗ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈ നോട്ടിഫിക്കേഷനകത്ത് നമ്മുടെ അടുത്ത എക്സാം വരുന്നതിനെ കുറിച്ചുള്ള ഒരു ഹിന്റ് വന്നിട്ടുണ്ട്. ആ ഹിന്റാണ് നിങ്ങളിലേക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പൊ 25% പോസ്റ്റുകളിലേക്ക് ഏത് വഴി? GDC വഴി ഓപ്പണിംഗ് നടത്തുന്നു. അപ്പൊ GDC എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെയിൽവേയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റെയിൽവേ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റൽ എക്സാം ആണ് എന്തെന്ന് പറയുന്നത് ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. അപ്പൊ ഈ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന്. അപ്പോൾ വളരെ പ്രത്യേകതയോടെ നിങ്ങൾ കാത്തിരിക്കണം. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സാർ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്? ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മളല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ചില കമന്റ്സുകളിലെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ആധികാരികമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ വീഡിയോ ഇടുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഉത്തരം, നമ്മുടെ ചാനൽ കാണുന്നവരെ എത്രയും പെട്ടെന്ന് എക്സാമിനേഷനിലേക്ക് റെഡിയാക്കുക. മക്കളെ, റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുക.
പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ ഇനി കാത്തു നിൽക്കാതെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തോണം, ഒരു മടിയും വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാനിപ്പം പല വീഡിയോകളിലായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, SSC ലെവൽ പ്രിപ്പറേഷൻസ് നിങ്ങൾ തുടങ്ങിക്കോ, അത് നിങ്ങൾക്ക് റെയിൽവേക്ക് പ്രയോജനം ചെയ്യും. പല വീഡിയോസിലായിട്ട് ഞാനിത് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കണ്ടന്റുകൾ എല്ലാം തരുന്നുണ്ട്. എടോ, നമ്മുടെ ചാനലിൽ തന്നെ റെയിൽവേയുടെയും SSCയുടെയും ഏകദേശം 700-800ഓളം വീഡിയോ തന്നെ കിടപ്പുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നു, ദിശ അക്കാഡമി ഒരിക്കലും നോട്ടിഫിക്കേഷനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചാനലല്ല. ദിശ അക്കാഡമി എപ്പോഴും ഇത്തരം ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ചിലപ്പോൾ ഉണ്ടാവത്തില്ല. കാരണം ഒരുപാട് സമയമൊന്നും എക്സാം നീട്ടിവെക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ഈ ഹിന്റ് മനസ്സിലാക്കിക്കൊള്ളുക. GDCയുടെ എക്സാം വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓഗസ്റ്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ തീരുന്ന ടൈമും അത് തന്നെയാണ്. 14/8 ഇതിന്റെ നോട്ടിഫിക്കേഷൻ പീരീഡ് തീരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നു. ഇത്തരം ഇൻഫർമേഷൻസ് പറയുന്നത് നമ്മുടെ കുട്ടികൾ മുന്നേ തന്നെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോണം. നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ പഠനം കൃത്യമായി സ്റ്റാർട്ട് ചെയ്താൽ 2 ലക്ഷത്തോളം വേക്കൻസികളാണ് റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഇത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും മസ്റ്റായിട്ടും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അപ്പോൾ റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്ന ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെയിൽവേ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്ന ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ 25% 25% of direct recruitment vacancies, including vacancies according to the assessment of the period. നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക സമയം പോലെ. ഇതിന്റെ പീരീഡ് വരുന്നത് 1/7/2003. അതിന്റെ നമ്മുടെ ഒരു വേക്കൻസി പീരീഡ് ആണ്. അതായത് നമ്മുടെ ലിസ്റ്റ് വരുമ്പോൾ ഉള്ള പീരീഡ് ആണ് 1/7/2025 വരെ നമുക്കത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്. 15/7 നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന 15/7 മുതലാണ്. ക്ലോസ് ചെയ്യുന്നത് എന്നാണ് 14/8 എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. ഇനി വേറൊരു ഇൻഫർമേഷൻ, വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഫുൾ ആയിട്ടുള്ള ആ നോട്ടിഫിക്കേഷന്റെ ഫോം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ 8ാമത്തെ പോയിന്റാണ്. ഇറ്റ് മേ ബി എൻഷുർഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് അഡക്വേറ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് അവൈലബിൾ through this GDC. Okay, GDC vacancies remaining are added to the DR quota. അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കോട്ടയിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫിൽ ചെയ്യുന്നത്. പ്ലാൻഡ് ടു ബി ഇൻ നിയർ ഫ്യൂച്ചർ. അതായത് റെയിൽവേ നമ്മുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വിളിക്കുന്നതിന് ജസ്റ്റ് മുമ്പ് എന്താണ്, GDCയുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് ഫില്ല് ചെയ്യാണ്. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ മീനിങ് എന്താണ്? ഉടനെ തന്നെ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റിന്റെ വേക്കൻസി മക്കളെ 2 ലക്ഷത്തോളം വേക്കൻസി പിടിച്ചോ, ഉറപ്പായിട്ടും പിടിച്ചോ. നമ്മുടെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ ഇനി എക്സാമിന് വേണ്ടി റെയിൽവേ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതിന്റെ എക്സാം ഒരു റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ 2024 ഇലക്ഷനാണ്. അപ്പോൾ കോമൺലി ഇപ്പം നമ്മുടെ നാട്ടിലായാൽ പോലും സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എക്സാമിനോട് എടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യും, PSCയുടെ കുറെ പോസ്റ്റുകളൊക്കെ വിളിക്കുന്നതായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നതായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. എന്തിനാണ്? ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ റെയിൽവേ എന്ന് പറയുന്ന എല്ലാ സ്റ്റേറ്റിലുമുള്ള ആൾക്കാർ കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സൈഡിലെ ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു എക്സാമിനേഷനാണ് റെയിൽവേയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ SSC ഒക്കെ എല്ലാ വർഷവും വിളിക്കുന്നുണ്ട്, പരീക്ഷകൾ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും റെയിൽവേ എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റേറ്റിലുള്ള ആളുകൾക്കും ഒരു പ്രത്യേക അട്രാക്ഷൻ. നമ്മുടെ നാട്ടിൽ പോലും റെയിൽവേയുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും കുറെ കൂടെ ആവേശത്തോടെ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2024 ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഈ ഒരു ലാർജ് ബൾക്ക് വേക്കൻസി കാണിച്ച് അവരെന്ത് ചെയ്യും, ഒരു നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതും എന്താണ്, മറ്റൊരു ഹിന്റ് കൂടിയാണ്. ഈ 2024 നടക്കാൻ പോകുന്ന ഇലക്ഷന് മുമ്പ് വരുന്ന ഈ ഒരു സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 2 കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം മക്കളെ, എക്സാം ഉടനെ ഉണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ദിശ അക്കാഡമി ഒരിക്കലും നോട്ടിഫിക്കേഷൻസ് പറയുന്ന ഒരു ചാനലല്ല. ദിശ അക്കാഡമി എപ്പോഴും പരീക്ഷകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കുട്ടികളെ മുന്നേ അലേർട്ടായി നിർത്തി പഠിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ എവിടെയെങ്കിലും കൃത്യമായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ തന്നെ ഫ്രീ ആയിട്ട് റെയിൽവേയുടെ 10-300 ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ SSCയുടെ 500ഓളം ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സുകൾ കണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് എക്സാംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സുകളുടെ താഴെ വരുന്ന കമന്റുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും.
സാധിക്കും. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഓരോ ഓഫ്ലൈൻ ബാച്ചുകളിലും വരുന്ന അഡ്മിഷൻസിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചിൽ വരുന്ന അഡ്മിഷനിൽ നിന്ന് കൃത്യമായിട്ട് അറിയാം എത്രത്തോളം ആളുകൾ റെയിൽവേ എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക്, നമ്മുടെ ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നത്. മക്കളെ, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഈ ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. ദിശ അക്കാഡമി ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ലൊക്കേറ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രം ആൻഡ് കൊട്ടാരക്കരയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓൺലൈൻ ബാച്ചുകൾ, റെയിൽവേയുടെ സെപ്പറേറ്റ് ബാച്ച് ജൂൺ 5-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഇട്ട് തരും. വളരെ ചെറിയ ഫീസിലാണ് മക്കളെ, വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓഫ്ലൈൻ അക്കാഡമിയിൽ ജൂലൈ 3-ാം തീയതി മുതൽ ട്രിവാൻഡ്രം, കൊട്ടാരക്കര അക്കാഡമികൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഒട്ടും സമയം കളയാതെ പഠിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങൾ ഈ വർഷം തന്നെ SSC അല്ലെങ്കിൽ റെയിൽവേ എക്സാംസ്, കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ജോലി ഉറപ്പുവരുത്തൂ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.